CJPയുടെ ആദ്യത്തെ ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റിന് ശേഷം അവർ മറ്റൊരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ടിറങ്ങിയിരുന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ സർക്കാർ സ്കൂളുകളിലെ അവസ്ഥകൾ എന്തൊക്കെയാണ്, അതിൻ്റെ കുഴപ്പങ്ങൾ, അവിടെ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ നേരിട്ട് പോയിട്ട് കാണുകയും അത് വീഡിയോയിൽ പകർത്തുകയും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്യുന്നുള്ളതായിരുന്നു ഈ ക്യാമ്പയിൻ. സ്കൂൾ ടീക്കരോ എന്നായിരുന്നു ഈ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ്റെ തുടക്കം മഹാരാഷ്ട്രയിൽ നിന്നായിരുന്നു. അഭിജിത് ദീപ് കെ ആയിരുന്നു അവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നത്. അവിടെ ഇന്നും ധാരാളം ഇത്തരത്തിൽ സ്കൂളുകളുടെ ശോചനീയ അവസ്ഥ വെളിവാക്കുന്ന ധാരാളം വീഡിയോകളും വാർത്തകളും വന്നിരുന്നു. ഇപ്പോൾ അതിന് ശേഷം രാജസ്ഥാനിലെ സ്കൂളുകളിൽ കൂടിയിട്ട് ഇത്തരം ക്യാമ്പയിനുമായിട്ട് CJPയുടെ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ ജയ്പൂരിലെ ഒരു സ്കൂളിലേക്ക് ഇവരെ സംഘം എത്തിക്കഴിഞ്ഞപ്പോൾ ആ സ്കൂളിലെ പ്രൈമറി സ്കൂളാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾ അവിടുത്തെ എരുമത്തൊഴുത്തിലാണ് ഇരുന്ന് പഠിക്കുന്നതെന്നുള്ള പരാതികൾ കിട്ടിയിട്ടാണ് ഇവർ അത് കാണാൻ വേണ്ടി എത്തുന്നത്. ഇവരെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു. വലിയ ക്രൂരമായ രീതിയിൽ ഇവരുടെ വസ്ത്രങ്ങൾ വലിച്ച് കീറുകയും അതോടൊപ്പം തന്നെ മൊബൈലുകൾ തട്ടിപ്പറിക്കുക അടക്കം ചെയ്തിരുന്നു. ഇതിൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അശുതോഷ് CJPയുടെ നേതാവ് പറയുന്നത് ഇത് അവിടുത്തെ ഗ്രാമവാസികളല്ല, BJP ഏർപ്പെടുത്തിയ BJPക്കാരായ ഗുണ്ടകളാണ് വന്ന് തങ്ങളെ ആക്രമിച്ചതെന്നാണ്. BJPക്കാർ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലെ ഇത്തരത്തിലുള്ള ശോചനീയാവസ്ഥ പുറത്തറിയുന്നതിൽ പേടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ ഇതേ കണക്ക് സ്കൂളിൽ നിന്നുള്ള വീഡിയോ പകർത്തിയ വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയി ആക്രമിക്കുക, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇതാണ് ഇപ്പോൾ അടുത്ത ജയ്പൂരിൽ നടക്കുന്ന ഈ വിഷയത്തിലേക്കാണ്. അജിംസ്, ആദ്യം പശ്ചിമ ബംഗാളിൽ ഒരു കൊലപാതകം നടക്കുന്നു, ഇപ്പോൾ രണ്ടാമത് ജയ്പൂരിൽ ഇതേപോലെ അറ്റാക്ക് നടക്കുന്നു. അവിടെ സ്കൂളുകളിൽ കയറിയിട്ട് സർക്കാർ സ്കൂളുകളിൽ കയറി ഇത്തരം പരിശോധന നടത്തുന്നതിന് മുൻകൂർ അനുമതി വേണമെന്നുള്ള ഉത്തരവ് തന്നെ ഇറക്കി പ്രതിരോധിക്കാൻ വരെ സർക്കാർ നോക്കുന്നു. എന്നിട്ടും ഈ പദ്ധതിയായിട്ട് CJP മുന്നോട്ട് തന്നെയാണ്. ഈ എഡ്യൂക്കേഷൻ ഒരു പ്രധാന വിഷയമായിട്ട് CJP എടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എഡ്യൂക്കേഷൻ സെക്ടറിന് വേണ്ടിയുള്ള സമരങ്ങൾ നമ്മൾ വളരെ കുറച്ചേ ഉള്ളൂ. അത് വിദ്യാർത്ഥികൾ ചെയ്യുന്ന സമരമാണ്. വിദ്യാർത്ഥികൾ കോളേജിൽ ഞങ്ങൾക്ക് അതില്ല ഇതില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ നടത്തണം, ഇങ്ങനെയുള്ള വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ ക്യാമ്പസുകൾ നടത്തുന്ന സമരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ CJPയുടെ സമരത്തിന് വേറൊരു രാഷ്ട്രീയം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ എത്രമാത്രം സീരിയസ് ആയിട്ട് സർക്കാരുകൾ എടുക്കുന്നുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉയർന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒരു കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ അധികാരമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക് സ്പെൻഡിങ്ങും അതുപോലെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപീകരിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. എന്നിട്ടത് സംസ്ഥാന സർക്കാർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ സെക്ടറിലെ സ്പെൻഡിങ്? 2.6%, മൊത്തം GDP, മൊത്തം ബഡ്ജറ്റ് അലോക്കേഷൻ 2.6%. അതേസമയം സംസ്ഥാനങ്ങളുടെ സ്പെൻഡിങ് എടുത്ത് നോക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ബീഹാറാണ്, 14.7% അവരുടേത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പുറകിൽ വരുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളാണ്. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏറ്റവും പുറകെ നിൽക്കുന്നത് UP ആണ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന രാജസ്ഥാൻ, ബീഹാർ, UP പോലുള്ള സംസ്ഥാനങ്ങളിലെ സ്കൂളുകളുടെ ദുരവസ്ഥയാണ് ഇവർ തുറന്നു കാണിക്കുന്നത്. എരുമത്തൊഴുത്തിൽ ക്ലാസ് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അശുതോഷിനെ ആക്രമിക്കാനുള്ള കാരണം. അപ്പോൾ ക്ലാസ് നടന്നു, അവിടെ പോയി അതിൻ്റെ ചിത്രം പകർത്താൻ ശ്രമിച്ചതിനാണ് BJPയുടെ ഗുണ്ടകൾ അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. എരുമത്തൊഴുത്തിനേക്കാൾ മോശമായ, അതായത് ഒരു ഓലപ്പുര, ആ ഓലപ്പുരയുടെ മുമ്പിലെ മുറ്റത്ത് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും UP നിന്നുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണം. അപ്പോൾ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നോർത്ത് കൊറിയയിലെ വിദ്യാർത്ഥികൾ കഴിക്കുന്ന ഭക്ഷണവും അതായത് ഒരു ഡിക്റ്റേറ്റർഷിപ്പുള്ള ഒരു രാജ്യത്തെ സ്കൂളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണവും ഒരു ജനാധിപത്യ രാജ്യത്തെ കുട്ടികളുടെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞ് ധാരാളം ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് സാമ്പാർ എന്ന് പോലും മനസ്സിലാവാത്ത, അതായത് വെള്ളത്തിൽ എന്തോ ഒരു പൊടി കലക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഇത് അത്ര ദരിദ്രാവസ്ഥയിലാണ് ഇന്ത്യയിലെ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ. മര്യാദയ്ക്ക് മൂത്രപ്പുരകളില്ല, ശൗചാലയങ്ങളില്ല, ക്ലാസ് മുറികളില്ല, നിലത്തിരുത്തി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഒരു വശത്ത് യൂണിയൻ ഗവൺമെൻറ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 12 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന മോദി ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ വിശ്വഗുരുവാണ്, അതായത് ലോകത്തിന് മാർഗദർശകമായിട്ടുള്ള, ലോകത്തെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, വിശ്വഗുരുവാണ്. എന്നിട്ട് വിശ്വഗുരുവിൻ്റെ നാട്ടിൽ കുട്ടികൾ പഠിക്കുന്നതിനാണ് ഒരു ഏകാധിപത്യം ഭരിക്കുന്ന രാജ്യത്തേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഒരു ജനാധിപത്യ രാജ്യത്ത്. ഇനി പബ്ലിക് സ്പെൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 2.5% ഹെൽത്ത് സെക്ടറിലും സെയിം തന്നെയാണ്. ഹെൽത്ത് സെക്ടറിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേന്ദ്ര സർക്കാരിൻ്റെ സ്പെൻഡിങ് 2%, 2.5%. എന്നിട്ട് ബാക്കി ഭാരം മുഴുവൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ട ഭാരം മുഴുവൻ സംസ്ഥാനങ്ങൾ വഹിക്കുകയും വേണം. അതേസമയം മുകളിൽ നിന്ന് നിങ്ങൾ 3 ഭാഷ പഠിക്കുക, ഒരു വിദേശ ഭാഷ പഠിക്കൂ, ദക്ഷിണേന്ത്യക്കാർ ഹിന്ദി പഠിക്കൂ, ഒരു ഇൻഡിജിനസ് ലാംഗ്വേജ് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുകളിൽ നിന്നുള്ള തിട്ടൂരവും. ഇതാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ. ഇനി വിദ്യാഭ്യാസം നേടി പുറത്തു വന്നാലുള്ള അവസ്ഥയോ?
ഒരു സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം നേരിട്ട് വന്നിട്ട് ഏതെങ്കിലും മത്സര പരീക്ഷ നോക്കിയാൽ അവിടെ പേപ്പർ ലീക്ക് ആവുന്നു. ഇനി പേപ്പർ എഴുതി ജയിച്ചു എന്ന് കരുതുക, കൊടുക്കാൻ ജോലിയില്ല. എത്രയോ ട്രില്യൺ എക്കണോമിയാണ് ഇന്ത്യ, 4ാം സ്ഥാനത്താണ്, ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ 4ാം സ്ഥാനത്താണ്. യുവാക്കൾക്ക് കൊടുക്കാൻ ജോലിയില്ല, ജോലി കൊടുക്കാനില്ല. അപ്പോൾ അതിന് ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ 2019 പറഞ്ഞെന്താണ്, ജോലി എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി മാത്രമല്ല, പക്കവട ഉണ്ടാക്കുന്നതും ജോലിയാണ്, നിങ്ങളങ്ങനെ സ്വയം സംരംഭകരാകും. ഇത് പറഞ്ഞതാണ് അമിത്ഷാ. പക്കവട ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ്, നിങ്ങൾ പോയി ചെയ്യുമെന്ന് പറഞ്ഞതാണ് വിദ്യാസമ്പന്നരായ രാജ്യത്തെ യുവാക്കളോട്. അന്ന് അത് പറഞ്ഞുകൊണ്ടിരുന്ന യുവാക്കളല്ല 2019 അത് കേട്ട യുവാക്കളല്ല 2026. അതാണ് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. 2019 രാജ്യത്തെ യുവാക്കളോട് ഈ പറയുന്ന മഹാൻ പറഞ്ഞതാണ്, പക്കവട ഉണ്ടാക്കലും നല്ല ബിസിനസ്സാണ്, നിങ്ങളത് ചെയ്യൂ, അങ്ങനെയുള്ള എൻ്റർപ്രണർഷിപ്പ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, ഞങ്ങൾ ലോൺ തരാം, മുദ്രാ ലോൺ തരാം, നിങ്ങൾ പോയിട്ട് തെരുവിൽ പോയി പക്കവട ഉണ്ടാക്കി ജീവിക്കൂ എന്ന് അന്നത്തെ യുവാക്കളോട് പറഞ്ഞു. അത് കേട്ട് നിന്ന യുവാക്കളല്ല ഇന്നത്തെ യുവാക്കൾ, പോയി പണി നോക്കാൻ പറയുകയാണ് അവർ. അപ്പോൾ ഒരേ സമയം തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനത്തെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുകയാണ് ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിലൂടെയും പിന്നീട് CJP നടത്തുന്ന ഈ പറയുന്ന ക്യാമ്പയിനിലൂടെയും. അവർ രാജ്യത്ത് മുഴുവൻ ഇത്തരം സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഈ വിദ്യാലയങ്ങളുടെ അവസ്ഥ കാണിക്കുന്നു. ഇത് ശരിയാക്കൂ. എന്നിട്ട് എന്താ പറയുന്നത്, നിങ്ങൾക്ക് പൈസയില്ലേ, പൈസയിൽ ഈ PM കെയർ ഫണ്ടിൽ നിന്ന് എടുത്തോളൂ. ഞങ്ങൾ ഫണ്ടഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണെന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല, PM കെയർ ഫണ്ടിൽ നിന്നാണ്. അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തോട്ടെ ഞങ്ങൾക്ക് തരുന്ന കാശ് മനസ്സിലാവും. പിറ്റേ ദിവസം മണ്ടന്മാർ BJPക്കാർ ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിയുമ്പോൾ അതിലും വലിയ പ്രശ്നം, 8600 കോടി രൂപ PM ഫണ്ടിലുണ്ട്, PM കെയർ ഫണ്ടിലുണ്ട്. അത് ചിലവഴിച്ചത് അതിൻ്റെ 0.01%. എത്ര വർഷമായി PM കെയർ ഫണ്ട് രൂപീകരിച്ചിട്ട്? അപ്പോൾ അതിൽ നിന്ന് 88 ലക്ഷം രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത്. ഇത്രയും പണം PM കെയർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും RTIക്ക് പോലും വിധേയമാവാതെ, കണക്ക് പുറത്തുവിടാതെ, CAGയുടെ ഓഡിറ്റിന് പോലും വിധേയമാകാത്ത ഈ ഫണ്ട്, അതിൽ നിന്ന് കേവലം 88 ലക്ഷം രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത്. എന്തിന് ചിലവാക്കി എന്നുള്ളത് വേറെ തന്നെ അന്വേഷിക്കണം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അപ്പോൾ ആ വിഷയം പുറത്തു വന്നപ്പോൾ BJP റൈറ്റ് വിങ് ഹാൻഡിലോട് പറയണം, അത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല, ഈ പണം എടുത്ത് സ്കൂളുകൾ നന്നാക്കുമെന്നാണ് ഇവർ പറയുന്നത്. അത് സ്കൂളിന് വേണ്ടിയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. കേരളത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ വയനാട്ടിൽ, എത്ര പൈസ തന്നു PM കെയർ ഫണ്ടിൽ നിന്ന്, എവിടെ കൊടുത്ത് ഫണ്ടിൽ നിന്ന്? അപ്പോൾ യുവന്മാർ മൊത്തം തട്ടിപ്പാണ് എന്ന് ലോജിക്കലായി ഡാറ്റ വെച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ CJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ കൊല്ലും. തല്ലുക മാത്രമല്ല, ബംഗാളിൽ കൊന്നു. പക്ഷെ എത്ര നാളിങ്ങനെ തല്ലും കൊല്ലും മുന്നോട്ട് പോകാൻ കഴിയും? ഈ യുവാക്കൾ തിരിച്ച് ഈ BJP ഗുണ്ടകളെ തിരിച്ച് തല്ലുന്നൊരു കാലം വരും. ഞാൻ പറയാണ്, ഈ BJPയുടെ ഗുണ്ടകളെ ഈ വിദ്യാർത്ഥികൾ തിരിച്ച് തല്ലുന്നൊരു കാലം വരും. അപ്പോഴത്തേക്ക് ഈ സാധനം കയോട്ടിക്കാവും, കൈവിട്ടു പോകും എന്ന് മോദിക്കും അമിത്ഷായ്ക്കും ഇനിയും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കി കൊടുക്കുക. യെസ് ജിമ്മി, ഈ ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റ് സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഭയമില്ല എന്നുള്ളത്. ഇപ്പോൾ CJP തുടങ്ങി വെച്ച ഇപ്പോഴത്തെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത പശ്ചിമ ബംഗാളിൽ ആ ചെറുപ്പക്കാരൻ ഇതിനക്ക് സ്കൂളിൻ്റെ ചിത്രങ്ങൾ പകർത്തുകയും വീട് ആക്രമിക്കുകയും ചെയ്തു. അതിനുശേഷം സഹായധനം പ്രഖ്യാപിച്ചിരുന്നു പിതാവ് കൊല്ലപ്പെട്ടതിന്. അത് വേണ്ടാന്ന് പറയും. ആ ചെറുപ്പക്കാരൻ പറയുന്ന ആ പൈസയ്ക്ക് ഒരു മികച്ച സർക്കാർ സ്കൂൾ പണിതിട്ട് അവിടെ ബാക്കി വിദ്യാർത്ഥികൾ പഠിക്കട്ടെ എന്നാണ്. ഇങ്ങനെ ധാരാളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഇപ്പോൾ ജയ്പൂരിൽ നടക്കുന്ന ആക്രമണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ധാരാളം പേർ CJPക്കൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ആക്രമണത്തെ പേടിക്കുന്നില്ല. മുമ്പൊക്കെ ആക്രമണം കണ്ടിട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അതിന് ഒരു ഭയപ്പാടും കൂടാതെ നേരിട്ടിട്ട് വീണ്ടും അതിൽ തന്നെ സജീവമാവുകയാണ്. അതൊരു മാറ്റം തന്നെയില്ലേ? ഈ ജന്തർ മന്ദറിലെ സമരത്തിൽ സത്യത്തിൽ പേടി ഇല്ലാതെ വന്ന കുട്ടികളല്ല. അതൊരു ഒരു ഒരു പ്രൊട്ടസ്റ്റ് മാർച്ചാണ്, നമ്മുടെയൊക്കെ ഒരു പ്രതിഷേധം കാണിക്കാനുള്ളൊരു അവസരമാണ്. അങ്ങനെ ആളുകൾ വരുന്നു, 10-30 ദിവസം കഴിയുന്നു, 34 ദിവസം കഴിയുന്നു. അതിന് ശേഷമാണ് മാർച്ചിലേക്ക് 31-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു പാർലമെൻറ്റ് മാർച്ചിലേക്ക് വന്നത്. പാർലമെൻറ്റ് മാർച്ചിൽ ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവർ ആക്രമിക്കപ്പെടുകയാണ്. അന്ന് ഓർമ്മയുണ്ട്, കുട്ടികൾ കരഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങളൊരു പ്രകടനം നടത്തിയുള്ളൂ, ഞങ്ങളെ എന്തിനാണ് തല്ലിയെന്നൊരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടി. കുട്ടികൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വേട്ടയാടപ്പെടുകയാണ്. ഇങ്ങനെ അടി ഉണ്ടാകുമെന്ന് അറിയുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനൊരു മാർച്ച് അവിടെ നടക്കില്ലായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. എന്താ ബൈ ഡിഫോൾട്ട് അതിൻ്റെ മുമ്പിൽ ചെന്ന് പെടുകയും അടി വാങ്ങിക്കുകയും അതിൽ നിന്നൊരു ധൈര്യം ഉണ്ടാവുമല്ലോ. ഈ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണ് ആ സമരം സത്യത്തിൽ അവിടെ വെച്ച് ഇവോൾവ് ആവുകയാണ് ചെയ്തത്. പോലീസിനെ പേടിയില്ലെന്നും പോലീസ് അടിക്കാൻ വരുമ്പം ആദ്യം ഓടി, ആദ്യം കരഞ്ഞു. സമരക്കാർക്ക് പേടിയില്ല, തല്ലുള്ള പേടി മാത്രമല്ല, മോദിയുടെ അമ്മയ്ക്ക് വിളിക്കാനുള്ള ധൈര്യം. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതൊരു ബ്രേവറിയാണ്. എൻ്റെ പ്രശ്നം ആ അടിക്ക് ശേഷമാണ്, ആ സംഭവത്തിന് ശേഷമാണ് ഇത് മുഴുവൻ മാറുന്നത്. അതുവരെ ഇത് വേറെ ഒരു രീതിയിൽ സമരത്തിന് ആളില്ലെന്ന് പറയുന്നു, പിള്ളേർ വരുന്നു പോകുന്നതൊക്കെ. ലാത്തി ചാർജിന് ശേഷമാണ് ഇത് മുഴുവൻ മാറുന്നത്. ആ ഒരു ബാപ്റ്റിസം ഇൻ ഫയർ എന്ന് പറയുന്ന പോലെ ആകെ മുങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയിലാണ്. പിന്നെ കുട്ടികൾ അവിടുന്ന് ആ വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് പിന്നെ വേറൊരു, അത് മെറ്റമോർഫോസിസ് ആണ്, വേറൊരു സാധനമായിട്ടാണ് കുട്ടികൾ വരുന്നത്.
പിന്നെ അതിന് ഭയങ്കര സ്ട്രാറ്റജി ഉണ്ടാകുന്നു, വളരെ പെട്ടെന്ന്, വളരെ ഷാർപ്പാകുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ വിടുന്നു, മോദിയെ ടാർഗറ്റ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ അപകടം ബി ജെ പിക്ക് മനസ്സിലാകുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണോ വേണ്ടതിനെക്കുറിച്ചൊക്കെ ചർച്ചയൊക്കെ ആവാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അവിടെ നിൽക്കട്ടെ, മോദി രാജിവെക്കൂ എന്ന് പറയുകയും മോദിയെ പുച്ഛിക്കുകയും മോദിയെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സമര രംഗത്തേക്ക് ഇത് വരുന്നതോടുകൂടി കളി മാറുന്നു. അതിനുശേഷം എന്താ ചെയ്തത്? സ്കൂൾ ടീച്ചർ, അതും വളരെ സ്ട്രാറ്റജിക്കായിട്ട് എടുത്തൊരു നീക്കമായിട്ടാണ് എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നു. നോക്കൂ, ആരെയും ചീത്ത വിളിക്കുന്നില്ല, ആരോടും സമരത്തിനില്ല. ഒരു സ്കൂൾ വളരെ മോശം അവസ്ഥ, ഞങ്ങളത് കാണാൻ പോകുന്നു, അവിടെ പോയിട്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിടുന്നു, ഇതൊന്ന് നന്നാക്കി തരൂ എന്ന് പറയുകയാണ്. ഇതിൽ ആർക്ക് കുറ്റം പറയാൻ പറ്റും? ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു കുട്ടി ഇങ്ങനൊരു ക്യാമ്പയിൻ ഇറങ്ങിപ്പോയാൽ പറ്റില്ല എന്ന് ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കോ പറയാൻ പറ്റും? ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ക്യാമ്പയിനും വളരെ സ്ട്രാറ്റജിക്കലി, ഈ ജന്തർ മന്ദറിലെ സമരം പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്താൽ അടി നടക്കുമെന്ന് അറിയാത്തവരല്ല CJP-യുടെ തലപ്പത്തുള്ളവർ. കുട്ടികൾക്കാണ് അത് അറിഞ്ഞുകൂടാതിരുന്നത്. ഈ സംഭവത്തിനകത്തും ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു റിറ്റാലിയേഷൻ ഉണ്ടാകും എന്നുള്ളത് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അറിയാം, തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ളത് BJP-ക്ക് അറിയാം, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ രണ്ടാം ഘട്ടവും വളരെ സ്ട്രാറ്റജിക്കലി ആണ് മൂവ് ചെയ്തിരിക്കുന്നത്. അതിന് വഴിമരുന്ന് ഇട്ടുകൊണ്ടാണ് സമരത്തിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് പൈസ കിട്ടിയത് അമേരിക്കയിൽ നിന്നാണോ പൈസ കിട്ടിയത് ചൈനയിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, ഞങ്ങൾ PMKS ഫണ്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് പൈസ കിട്ടിയതെന്ന് പറഞ്ഞ് അപ്പോഴേ തീരുമാനിച്ചിരുന്നു. അതായത് ആദ്യത്തെ സമരം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത പ്ലാൻ ഇതാണെന്ന് അവർ ആലോചിച്ചു എന്ന് പോലും സംശയിക്കുന്നു. അത്രയ്ക്ക് കൃത്യം പ്ലാൻഡാണ്. ഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നത് ഈ മോദിയുടെ കൂടെ മോദി മുടിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കുന്ന ആരോ ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ സഹായിക്കാൻ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും ഈ കറക്റ്റ് സമയത്ത് PMKS ഫണ്ടിൻ്റെ തുക വെളിപ്പെടുത്തുന്നു. അത് 2023, 24, 24, 25 ഈ കഴിഞ്ഞ 2 ഫിനാൻഷ്യൽ ഇയറിലെ പൈസ വെളി വരുമ്പോഴാണ് 8,500 കോടി രൂപ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. എത്ര രൂപ ചിലവാക്കി കഴിഞ്ഞ വർഷം? അത് 1 കോടി പോലും ചിലവാക്കിയിട്ടില്ല. 85 ലക്ഷം എന്ന് പറയുന്നത്. അതിനു മുമ്പ് അത് 2.5 കോടി എങ്ങാണ്ട് ചിലവാക്കിയിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് പൈസ എന്ന് പറയുന്നു. അതിനകത്ത് 99% പൈസയും FD ഇട്ടിരിക്കുകയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് എപ്പോഴാണ്? എമർജൻസി സമയത്തിനല്ലല്ലോ, നിങ്ങൾക്ക് സ്ഥിരമായി വെക്കാൻ വേണ്ടിയിട്ടല്ലേ. ആദ്യത്തെ 2 വർഷം ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോലും ഇപ്പോൾ അതല്ല, FD ഇട്ടിട്ട് മോദി അവിടെ ഇരിക്കുകയാണ്. ഇതിന് കണക്കില്ല, ഓഡിറ്റില്ല, ഓഡിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ആർക്കാണ് ഈ പൈസ കൊടുത്തതെന്ന് പറയുക പോലും വേണ്ട. എന്നിട്ടോ ഇതിൻ്റെ വിശദാംശം വരുമ്പോൾ 325 കോടി രൂപ കൊടുത്ത് തിരിച്ചു മേടിച്ചിരിക്കുന്നു. റീഇംബേഴ്സ്ഡ് എന്നാണ് അതിനകത്ത് ഒരു ഹെഡ്. അപ്പോൾ ഈ 325 കോടി കൊടുത്തതിനാ PMKSലേക്ക് തിരിച്ചു വന്ന്? ഈ ദുരൂഹതകളാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്കൂൾ ടീ കെയർ ക്യാമ്പയിൻ്റെ അടുത്ത ഊർജ്ജം. നാട്ടിൽ ഇത്രയും കോടാനുകോടി പൈസ ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ ഉപയോഗത്തിന് ആരോടും ചോദിക്കേണ്ട, പാർലമെൻറ്റിനോട് ചോദിക്കേണ്ട, മന്ത്രിസഭയോട് ചോദിക്കേണ്ട, ആരോടും ചോദിക്കേണ്ട, മോദിക്ക് സ്വന്തമായി എടുത്തു തരാം. സുകേഷിന് ഇന്നാ പിടിച്ചോ 10 കോടി പോയി ചോദിക്കാൻ പറ്റില്ല. കാരണം ദുരിതാശ്വാസത്തിനാണോ കൊടുത്തത്, വേറെന്തെങ്കിലും ആവശ്യത്തിനാണോ കൊടുത്തെന്നുള്ളത് ഒരു കാരണവശാലും മോദിക്ക് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ആ പൈസ അവിടെ അട്ടത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സ്കൂളുകളിലെ വളരെ ദയനീയമായ ഒരവസ്ഥ, നാട്ടിലെ എല്ലായിടത്തും പിള്ളേർ ഇറങ്ങി നടന്ന് ഫോട്ടോ എടുക്കുന്നത്. ഈ സ്കൂൾ ടീ കെയർ ക്യാമ്പയിൻ സക്സസ് ആവില്ലല്ലോ. അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം സ്കൂൾ എങ്ങനെയാണ് കുട്ടികൾ പോയിട്ട് നന്നാക്കുക? ആവശ്യപ്പെടാം, അതേ നടക്കുള്ളൂ, ആവശ്യപ്പെടാം. പക്ഷേ അതിലൂടെ ഇന്ത്യയിലെ സ്കൂളുകളുടെ നേർചിത്രം ഒരു വലിയ ചർച്ചയാക്കാൻ കഴിഞ്ഞു. പരീക്ഷാ ക്രമക്കേടാണ് ആദ്യം CJP ചർച്ചയാക്കിയത്. അതിൻ്റെ പേരിലാണ് ഒരു മന്ത്രി രാജിവെച്ചതും അവരുടെ സിസ്റ്റം തന്നെ കുളമാണെന്നും കുട്ടികൾ തെളിയിച്ചു കൊടുത്തത്. അതിനുശേഷം അതിൻ്റെ പെലറ്റ് ഗണ്ണിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധി വന്ന് BJP സർക്കാരിനെ വീണ്ടും നാണം കെടുത്തിയത്. ഇപ്പോൾ വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെ എത്ര മോശമാണെന്ന് തെളിയിച്ചുകൊണ്ട് CJP-യുടെ അടുത്ത സമരമാണ്. തൊടുന്നതെല്ലാം അബദ്ധമായിക്കൊണ്ട്, പണ്ട് മോദിയുടെ ഒരു പ്രത്യേകത തൊടുന്നതല്ല. അപ്പോൾ മോദി ഒരു സ്ഥലത്ത് പോയാൽ, ഒരു ക്യാമ്പയിൻ ഇറങ്ങിയാൽ, ഒരു പ്രസംഗം നടത്തിയാൽ ആ ഏരിയയിലെ വോട്ട് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് മറഞ്ഞു എന്നാണ്. ഇപ്പോൾ 56 ഇഞ്ച് നേട്ട ജനം ചിരിക്കും. ഇതാണ് പ്രശ്നം. 56 ഇഞ്ച് കാ ചോട്ടാ ബന്ദർ എന്നുള്ള പാട്ട് അത് എന്തോ ആൽബമായിട്ട് ഇറങ്ങാൻ പോകണമെന്നാണ് പറയുന്നത്. ആ കുട്ടികളുടെ ആക്ഷൻ സോങ് കേട്ട് മോദി പറയുന്നതെല്ലാം തമാശയായി മാറുന്ന, ഈ കഥയുടെ ആൻറ്റി ക്ലൈമാക്സ് ആയി മാറുകയാണ്. ഒരു മനുഷ്യൻ, അതായത് പഴയ നസീർ സിനിമ പണ്ട് ആളുകളിൽ നിന്ന് കൈയടിച്ച് ചിരിച്ച സിനിമ ഇപ്പോൾ കോമഡി ആയിട്ടാണല്ലോ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞതുപോലെ മോദി സിനിമ ഒരു കോമഡിയായി, അന്ന് പറഞ്ഞതെല്ലാം കോമഡിയായി, മോദി വാ തുറന്നാൽ ജനം ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചരിത്രം മാറുകയാണ്. വളരെ രസകരമായ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലം വളരെ കൗതുകരമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. മോദിയുടെ താഴോട്ടുള്ള പതനം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കത് ഉറപ്പാണ്.
യെസ്, ബി ജെ പിയുടെ ഈ ആക്രമണത്തിനൊന്നും ഇത്തരം ക്യാമ്പയിനിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് CJP തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ ടീക്കറുമായിട്ട് CJP മുന്നോട്ട് തന്നെ പോകട്ടെ.